الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു തൗഫീഖ് ദീനി സദസ്സ് അതിൽ പങ്കെടുക്കുക, ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും മനസ്സിലാക്കുക, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു തൗഫീഖിന്റെ ഭാഗമാണ്. റഹ്മാനായ റബ്ബ് നമ്മളുടെ ഈ കൂടിയിരുത്തം, ഈ സമയം ചിലവഴിക്കൽ എല്ലാം സൽക്കർമ്മമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒട്ടേറെ വിശുദ്ധ ഖുർആനിക വചനങ്ങളും ഹദീസുകളും നമ്മളുടെ മാതാപിതാക്കൾ അവരുമായി എങ്ങനെ ഇടപെടണമെന്നും ഇടപഴകണമെന്നും മര്യാദകൾ പാലിക്കണമെന്നും അവരോടുള്ള ബാധ്യതകൾ എന്ത്, കടപ്പാടുകൾ എന്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒട്ടേറെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഹദീസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി നൽകുന്ന ചില സംഭവങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ച ഒരു സംഭവമാണ്. 3 ആളുകൾ ഗുഹയിൽ അകപ്പെടുകയും അവർ 3 പേരും രക്ഷപ്പെടില്ല എന്ന് തോന്നുമാറ് വിചാരിച്ചു നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം എന്ന് കൂട്ടത്തിലൊരാൾ അവരോട് ആവശ്യപ്പെടുകയും ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ റബ്ബു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അത് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നഹു കാന ലി അബവാനി ശൈഖാനി കബീറാൻ, എനിക്ക് 2 വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഫകുന്തു ആതീഹിമ കുല്ല ലൈലത്തിൻ ബിലബനി ഗനമിൻ, എല്ലാ ദിവസവും രാത്രി ഞാൻ അവർക്ക് വേണ്ടി ആട്ടിൻ പാല് കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം ഫഅബ്തഅതു അലൈഹിമ ലൈലഹ,
ഞാനൊരു രാത്രി അവരുടെ പക്കലേക്ക് കുറച്ച് വൈകിപ്പോയി എത്തിച്ചേരാൻ. അതുകൊണ്ട് തന്നെ അവർ ഇരുവരും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കുട്ടികൾ, ഭാര്യ, ഇവരൊക്കെ വിശന്നുകൊണ്ട് എന്നോട് ആ പാൽ ആവശ്യപ്പെടുന്നുണ്ട്. ഫകുന്തു ലാ അസ്ഖീഹിം ഹത്താ യശ്റബ അബവായി. പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. വിശന്ന് കിടന്നുറങ്ങുന്ന എൻ്റെ മാതാപിതാക്കൾ, അവരുടെ ആ കിടത്തം അത് ഞാൻ കാരണമാണ്, ഞാൻ വൈകിപ്പോയത് കാരണമാണ്. അതുകൊണ്ട് അവർ ഭക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ളവർ കുടിച്ചാൽ മതി എന്ന ആ ചിന്തയോടുകൂടെ ഞാൻ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ അവരെ എഴുന്നേൽപ്പിക്കാൻ പ്രയാസമുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, ഫലം അസൽ അൻതദിറു ഹത്താ തലഅ അൽ ഫജ്ർ. എന്റെ ആ നിൽപ്പ് പ്രഭാതം വരെ തുടർന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം അദ്ദേഹം എടുത്തു പറയുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്, ആ മനുഷ്യൻ തന്റെ മാതാപിതാക്കൾക്ക് എത്രമാത്രം നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നതിനെയാണ്. അവർക്ക് ചെയ്തു വന്നിരുന്ന ഒരു കാര്യത്തിൽ, നമുക്കൊക്കെ വളരെ ലളിതമായി തോന്നുന്ന ഒരു കാര്യത്തിൽ, അതിൽ പോലും വീഴ്ച വന്നു പോകുക എന്നത് അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം മതി ബാക്കിയുള്ളത് എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തുകയാണ്. ഇത് മാത്രമല്ല, ഹദീസുകൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ മാതാപിതാക്കളോട് നന്മ ചെയ്തതിന്റെ പ്രാധാന്യം വിവരിക്കുന്ന മറ്റു ചില ഹദീസുകൾ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എപ്പോഴും ഒരു മനുഷ്യനെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. ആളുകൾ യാത്ര ചെയ്തു വരുമ്പോൾ, പ്രത്യേകിച്ച് യമനിന്റെ ഭാഗത്തു നിന്ന് ആളുകൾ യാത്ര ചെയ്തു വരുമ്പോൾ അവരോട് അദ്ദേഹം ചോദിക്കും, അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടോ? പലപ്പോഴും ഇങ്ങനെ ചോദിച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരാളെ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഒരിക്കൽ അത്തരത്തിൽ യാത്രാസംഘം വന്നപ്പോ അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് മറുപടി അതേ എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൃത്യമായി ഓർമ്മയുള്ള അദ്ദേഹം വീണ്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുകയാണ്. താങ്കൾ ഇന്ന സ്ഥലത്ത് നിന്നല്ലേ? ഉറപ്പിക്കുകയാണ് അദ്ദേഹം. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ മറുപടി അപ്രകാരം അതേ എന്നായിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി വരുമെന്നും അയാളുടെ സ്ഥലം ഇന്നതായിരിക്കുമെന്നും അയാളുടെ പ്രത്യേകതകൾ ഇന്നതായിരിക്കുമെന്നും ഒക്കെ പ്രവാചകൻ മുൻപേ അറിയിച്ചു കൊടുക്കുകയാണ്. ആ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു. ഈ വ്യക്തിയോട് പ്രവാചകൻ പറഞ്ഞു നൽകിയ കാര്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ്, ആ വ്യക്തിയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ വിശേഷണങ്ങൾ, താങ്കൾ ഇന്ന സ്ഥലത്ത് നിന്നല്ലേ ഓരോന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, ഫഖാന ബിക ബറസുൻ ഫബറഅത മിൻ ഇല്ലാ മൗദിഅ ദിർഹം. താങ്കളുടെ മേത്ത് താങ്കളൊരു പാണ്ഡുരോഗിയായിരുന്നില്ലേ? താങ്കളുടെ മേത്ത് ചെറിയൊരു വട്ടത്തിൽ, നാണയത്തിന്റെ വലുപ്പത്തിൽ മാത്രമല്ലേ ഇപ്പോൾ അത് അവശേഷിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ താങ്കളിൽ നിന്ന് ആ രോഗം പൂർണ്ണമായി ഭേദമായില്ലേ? ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, അതെ, ഇതൊക്കെ എന്നിലുള്ളത് തന്നെയാണ്. എന്നിട്ട് അവസാനം അദ്ദേഹം ചോദിക്കുന്നു, ലക വാലിദ, താങ്കൾക്കൊരു ഉമ്മയില്ലേ? അദ്ദേഹം പറയുന്നു, അതെ, എനിക്കൊരു ഉമ്മയുണ്ട്. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്,
യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ അടുക്കിലേക്ക് ഉവൈസ് എന്ന് പറയുന്ന വ്യക്തി കടന്നു വരും. അദ്ദേഹത്തിന് ഇന്ന ഇന്ന സവിശേഷതകളൊക്കെ ഉണ്ടായിരിക്കും. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർ, അദ്ദേഹത്തിനൊരു മാതാവുണ്ട്. ആ മാതാവിന് അദ്ദേഹം അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. ആ മാതാവിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അദ്ദേഹം ആ മാതാവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്ന നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ പറയുന്നു, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അദ്ദേഹം എങ്ങാൻ അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ റബ്ബ് അത് നടത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ അത്രമാത്രം റബ്ബിനോട് അടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അല്ല, ചില റിവായത്തുകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, റുബ്ബ അശ്അസ അഖ്ബറ, എത്ര ചെളിപുരണ്ട അഴുക്കുപുരണ്ട മനുഷ്യന്മാരാണ്. പക്ഷേ മദ്ഫൂഉൻ ബിൽ അബ്വാബ്, വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെടും അവരുടെ മുൻപിൽ. എന്ന് പറഞ്ഞാൽ പരിഗണിക്കപ്പെടാത്ത ആളുകളുടെ മുൻപിൽ വലിയ വിലയൊന്നുമില്ല, സാമ്പത്തികമായി അത്ര വലിയ അവസ്ഥയിലൊന്നുമല്ല ആളുകൾ. പക്ഷേ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവര് അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് നടത്തി കൊടുക്കും. ആ സ്ഥാനത്തേക്ക് അവർക്ക് ഉയർന്നു വരാൻ സാധ്യമാകുന്നത് എങ്ങനെയാണ്? റബ്ബിനോട് നന്മ ചെയ്തുകൊണ്ടാണ്. ഈ ഉവൈസ് റഹിമഹുല്ല അദ്ദേഹത്തിന് ഈ സ്ഥാനം ലഭ്യമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ഈ ഹദീസിൽ തന്നെ പരാമർശിച്ച അദ്ദേഹം തന്റെ മാതാവിന് വേണ്ടി ഇത്തരത്തിൽ നന്മ പ്രവർത്തിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ശേഷം പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഫഇൻ ഇസ്തതഅത അൻ യഗ്ഫിറ ലക ഫഫ്അൽ, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ താങ്കൾ ചോദിക്കണം എന്ന് താങ്കൾക്ക് ചോദിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കഴിഞ്ഞാൽ മൂന്നാമനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അത്രമാത്രം ഇസ്ലാമിൽ സ്ഥാനമുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹത്തോട് പാപമോചനത്തിന് ആവശ്യപ്പെടുകയും അദ്ദേഹം അള്ളാഹുവിനോട് അത് തേടാൻ വേണ്ടി അദ്ദേഹത്തോട് ചോദിക്കുകയും വേണം. നമ്മൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ വലിയ ഒരു സ്ഥാനം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിച്ച ഈ ഒരു നന്മയായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അഥവാ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാധാന്യം വിവരിക്കുന്ന എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ടല്ലോ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, ഏതാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം? അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം നേരത്തിന് നിർവഹിക്കലാണ് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ പ്രവാചകൻ രണ്ടാമത് പറയുന്നത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ ഒന്ന് ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ രണ്ടു കാര്യങ്ങൾ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹക്ക് പറഞ്ഞതിന് ശേഷം വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. തൊട്ടുടനെ വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് റബ്ബ് പറയുന്നത്. ഈ ഹദീസിലും അതുപോലെ തന്നെയാണ്. നമസ്കാരം എന്ന റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം പറഞ്ഞതിന് ശേഷം വീണ്ടും ചോദിക്കപ്പെടുകയാണ്, ഏതാണ് പിന്നെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് മാതാപിതാക്കൾക്കുള്ള നന്മയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇന്നി ലാ അഅലമു അമലൻ അഖ്റബ ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദ, സ്വന്തം ഉമ്മക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു സൽക്കർമ്മവും എനിക്കറിയുകയില്ല. ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിന്റെ പ്രയോഗം അങ്ങനെയാണ്. സ്വന്തം ഉമ്മക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഒരു സൽക്കർമ്മവും എനിക്ക് പരിചയമില്ല, എനിക്കറിയുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും പല ഹദീസുകളും ഇത്തരത്തിൽ അതിന്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ കേട്ടിട്ടുണ്ടായിരിക്കും.
ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായ ജിഹാദ്, അതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയക്കണം അല്ലേ? ഒരു സ്വഹാബി അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ ഇതേപോലെ തന്നെ ഹിജറക്കും ബൈഅത്തിനും വേണ്ടി കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകനോടൊന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് താങ്കളുടെ അടുക്കൽ ഹിജറക്കും അതേപോലെ തന്നെ ജിഹാദിനും ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്. പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്ന, ഹൽ മിൻ വാലിദൈക അഹദുൻ ഹൈ, നിന്റെ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറയുന്നു, അതെ, അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, ഫതബ്തഗി അൽ-അജ്റ മിൻ അല്ലാഹ്, നിനക്ക് അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? റബ്ബിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറയുന്നു, അതെ, എനിക്ക് പ്രതിഫലം ആഗ്രഹിക്കണം, പ്രതിഫലം വേണമെന്നുണ്ട്. പ്രവാചകൻ പറയുന്നു, ഫർജിഅ ഇലാ വാലിദൈക്, ഉപ്പാരുടെ അടുത്തേക്ക് ഉമ്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുക. ഫഅഹ്സിൻ സുഹ്ബതഹുമാ, എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും ഏറ്റവും നല്ല സുഹ്ബത്ത് നീ കാഴ്ചവെക്കുക. അവർക്ക് രണ്ടുപേർക്കും നീ ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് എങ്ങനെ ഇണങ്ങി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പരിപാലിച്ച് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ആ രൂപത്തിൽ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നീ സുഹ്ബത്ത് കാത്തു സൂക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തു തന്നാൽ, എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ചെയ്തു തന്നാൽ, നമ്മൾ തന്നെ നമ്മളുടെ ഇടയിൽ പറയും, എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ച് അയാൾക്ക് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മോശമാണ് എന്ന് നമ്മൾ പറയും. ഇത് യഥാർത്ഥത്തിൽ ദീനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുൻ നാസ്, ജനങ്ങളോട് നന്ദി പ്രകടിപ്പിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയില്ല. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ അവർക്ക് പ്രകടിപ്പിക്കേണ്ട ഒരു നന്ദിയുണ്ട് അല്ലെ? ഏറ്റവും കുറഞ്ഞത് നമ്മളുടെ പക്കൽ ഒന്നുമില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറൻ എന്നെങ്കിലും പറയണം. കാരണം നമ്മുടെ പക്കൽ തിരിച്ചൊന്നും കൊടുക്കാനില്ല. അങ്ങനെയാണെങ്കിൽ അതെങ്കിലും പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈ ഹദീസ് വിവരിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇതാരുമായുള്ള സമ്പർക്കം ഇവിടെ പ്രവാചകൻ പറഞ്ഞു ജനങ്ങളുമായിട്ടെന്നാണ് പ്രവാചകൻ പ്രയോഗിച്ചത്. ഉലമാക്കൾ പറയുകയാണ്, ജനങ്ങളുമായി എന്ന് പറയുമ്പോ ഏറ്റവും അഹക്ക് അതിലാരാണ്? മാതാപിതാക്കളാണ്. ജനങ്ങളുമായി അവർ ചെയ്തു തന്നതിൽ നന്ദി പ്രകടിപ്പിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, മാതാപിതാക്കളോട് നന്ദി പ്രകടിപ്പിക്കാത്തവന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ജനങ്ങൾ പ്രവർത്തിച്ചതിന് പോലും നന്ദി പ്രകടിപ്പിക്കാത്തവന്റെ അവസ്ഥ റസൂൽ അങ്ങനെ പറഞ്ഞെങ്കിൽ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ നമ്മൾ ചിന്തിച്ചു നോക്കണം. പലപ്പോഴും പല ആളുകൾക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ ചെയ്തു തന്നതിനൊക്കെ നന്ദി പ്രകടിപ്പിക്കാൻ നല്ല താല്പര്യമാണ്. അവർ ചെയ്തു തന്ന ഇന്നിന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കണം, അവർക്ക് ഇന്നിന്നൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ താല്പര്യം സ്വന്തം രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട്, സ്വന്തം ഉപ്പയുമായി ബന്ധപ്പെട്ട്, ഉമ്മയുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിനെ ഓർത്ത്, അവർ ചെയ്തു വെച്ച നന്മകളെ ഓർത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് കൊടുക്കുകയാണ് അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ. പ്രത്യേകിച്ച് മാതാവിന്റെ വിഷയത്തിൽ അവരെന്താ ചെയ്തത്? ഹമ്മലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, പ്രയാസത്തിനുമേൽ പ്രയാസമായി കൊണ്ടാണ് അവനെയും വഹിച്ചുകൊണ്ട് അവർ ഗർഭം ചുമന്നത്. അങ്ങനെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം തള്ളി നീക്കിയത് ആ ദിനങ്ങളിലൊക്കെ. എന്നിട്ട് അതുകൊണ്ട് തീർന്നോ? പ്രസവത്തിന് ശേഷം വീണ്ടും വഫിസാലുഹു ഫി ആമൈൻ, അതിനുശേഷം 2 വർഷം വീണ്ടും മുലകുടി ആ മാതാവ് ആ മനുഷ്യന് വേണ്ടി നടത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ശേഷം റബ്ബായത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അനിഷ്കുർ ലീ വലി വാലിദൈക്. കേട്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ എന്നോട് നന്ദി പ്രകടിപ്പിക്കുക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടും നന്ദി പ്രകടിപ്പിക്കുക. അപ്പോ നമുക്ക് ചെയ്തു തന്ന നന്മകളുടെ അടിസ്ഥാനത്തിൽ ആ നിലക്ക് തന്നെ നമുക്ക് ബാധ്യതകൾ എമ്പാടുമാണ് അല്ലെ? നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിലൂടെ ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെയും ചുമന്നുകൊണ്ട് ഇങ്ങനെ തവാഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാഴ്ച കണ്ടപ്പോ
അദ്ദേഹത്തോട് സമീപത്തുണ്ടായിരുന്ന മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്, ഇയാളുടെ ഉമ്മാക്ക് ആ ഉമ്മ ചെയ്തതിന്റെ നന്മക്ക് ഇയാൾ മടക്കി കൊടുത്തിട്ടുണ്ടാവൂലേ? കാരണം അത്ര വലിയ പ്രയാസപ്പെട്ടുകൊണ്ട് ഉമ്മാനെയും ചുമന്നിങ്ങനെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, വലാ ബിസഫ്രത്തിൻ വാഹിദ, ഒരു അണുമണി തൂക്കം അയാൾ തിരിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ നമ്മുടെ വിചാരം, നമ്മളുടെ ചിന്തയൊക്കെ എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെയോ രക്ഷിതാക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നുസൂസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ആ ചെയ്തതൊന്നും കാര്യമായ രൂപത്തിലൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നല്ല രൂപത്തിൽ വിശുദ്ധ ഖുർആനും ഹദീസുകളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അത് കേവലം എന്തെങ്കിലുമൊക്കെ ഒരു ബാധ്യത തീർത്തു വെച്ചാൽ തീരാവുന്ന ഒന്നല്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ താൽക്കാലികമായ ഒരു അവസ്ഥയ്ക്കൊന്ന് നന്നാക്കി കൊടുക്കുകയോ അവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ അതോടുകൂടെ തീർന്നു, ഇനി എനിക്ക് വേറെ വലിയ ബാധ്യതകളൊന്നുമില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. മറിച്ച് നുസൂസുകൾ കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകുന്നു, അത് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പരിപാലിക്കലാണ്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. ആ ഹദീസിൽ കാണാം, ഇദ്ദേഹം വന്നുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ പറയുന്നുണ്ട്, ജിത്തു ഉബായിഉക അലൽ ഹിജ്റ, പ്രവാചകരെ ഞാൻ താങ്കളോട് ഹിജറ ചെയ്തുകൊണ്ട് പുറപ്പെട്ടു വരാൻ ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്. വതറക്തു അബവയ്യ യബ്കിയാൻ, എന്റെ ഉപ്പയെയും ഉമ്മയെയും കരഞ്ഞവരായി വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ സമയത്ത് പ്രവാചകന്റെ മറുപടി, ഇർജി, മടങ്ങിപ്പോ, അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോ, എന്നിട്ട് ഫഅദ്ഹിഖ്ഹുമാ കമാ അബ്കൈതഹുമാ, നീ അവരെങ്ങനെ കരയിപ്പിച്ചോ അതുപോലെ നീ അവരെ ചിരിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അവർക്ക് ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്തയുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അത് വളരെ ചെറുതാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരെ ഒന്ന് കരയിപ്പിക്കുന്നത് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ഗൗരവമാണ് പറഞ്ഞു നൽകുന്നത്. മടങ്ങിപ്പോയി അവരെങ്ങനെ കരയിപ്പിച്ചു അതുപോലെ ചിരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുകയാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും ഒട്ടേറെ നിഅമത്തുകൾ, ഒട്ടേറെ അനുഗ്രഹങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരെ ശരിയായ രൂപത്തിൽ പരിഗണിക്കുകയും അവരോട് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുകയും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കാനിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു മനുഷ്യൻ ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അസ്നബ്തു അസബ്തു ദംബൻ അസീമൻ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു റസൂലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു. ഫഹൽ ലി തൗബ, എനിക്കതിൽ തൗബയുണ്ടോ? റസൂലിന്റെ ചോദ്യം, തിരിച്ചുള്ള ചോദ്യം, ഹൽ ലക മിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മയുണ്ടോ? നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ല, ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, ഹൽ ലക മിൻ ഖാല, ഉമ്മയുടെ സഹോദരിമാരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഈ മനുഷ്യൻ എന്താ ചോദിച്ചത്? എനിക്ക് പ്രായച്ചിത്തമുണ്ടോ എന്നാണ്. ഞാൻ ചെയ്തു പോയ വലിയ തെറ്റിന് പ്രായച്ചിത്തമുണ്ടോ എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടിയാണ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറയുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, ഉമ്മയുടെ സഹോദരിമാർ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നു, അതെ, ജീവിച്ചിരിപ്പുണ്ട്. എങ്കിൽ ഫബിർറഹ, ആ സ്ത്രീക്ക് നീ നന്ദി പ്രകടിപ്പിക്കണം, നന്മ ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഉമ്മയുടെ സഹോദരിയോട് ചെയ്യുന്ന, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഉമ്മയുടെ സഹോദരിയോട് ചെയ്യുന്നതിൽ പോലും നമ്മളുടെ പാപങ്ങൾ മറക്കപ്പെടാൻ മാത്രം വലിയ നന്മ ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ എത്ര വലിയ പ്രതിഫലമായിരിക്കും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ മറ്റൊരു കാര്യം അവിടെയാണ്. നമ്മളുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മളുടെ ഉമ്മാക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മൾ നാട്ടു നടപ്പനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു. ഇതല്ല നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, എന്റെ റബ്ബെന്നോട് കൽപ്പിച്ചു, ഇതിന് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. എങ്കിൽ വലിയ പ്രതിഫലമാണ്. നിശ്ചയിക്കപ്പെട്ട പ്രതിഫലത്തെക്കാൾ വലിയ പ്രതിഫലം നമുക്കതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുമ്പോ
അവരുടെ മനസ്സിലേക്ക് സന്തോഷം നിറക്കാൻ ആ ആവശ്യപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾ നല്ല നിയ്യത്ത് വെക്കുക. എൻ്റെ ഉപ്പാന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനത് വാങ്ങിച്ചു കൊടുക്കുന്നത്, എൻ്റെ റബ്ബെനിക്ക് കൂലി തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രത്യേകമായി നമ്മളൊരു നിയ്യത്ത് വെച്ചാൽ അവർ ചോദിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത താൽക്കാലികമായ ആ വലിയ പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തിനപ്പുറത്തേക്ക് വലിയൊരു പ്രതിഫലം അതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളുടെ നിയ്യത്തിനനുസരിച്ച് പ്രതിഫലത്തിന്റെ വലുപ്പവും മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ നന്മ പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് പ്രവാചകൻ സ്വന്തം ദഖൽതു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫസമിഅതു സൗത ഖിറാഅത്തിൻ തുഖറ, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോ ഞാൻ ഒരു ഖിറാഅത്ത് കേൾക്കാനിടയായി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് ഞാൻ കേൾക്കാനിടയായി. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഖിറാഅത്തു മൻ ഹാദാ, ഇത് ആരുടെ ഖിറാഅത്താണത്? പ്രവാചകനോട് മറുപടി പറയപ്പെട്ടു എന്നാണ്, ഖിറാഅത്തു ഹാരിസ ബിൻ അൻ-നുഅ്മാൻ, ഇത് ഹാരിസ ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശേഷം പറയണം, കദാകൽ ബിർറു കദാകൽ ബിർ, ഇപ്രകാരമാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്, നന്മ ചെയ്യേണ്ടത്, ഇപ്രകാരമാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്, നന്മ ചെയ്യേണ്ടത്. എന്താ കാരണം അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വകാന മിൻ അബല്ലിന്നാസി ബി ഉമ്മി, അദ്ദേഹം തന്റെ ഉമ്മാക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നന്മ പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു. കണ്ടോ, അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണക്കാരനാക്കി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യവും അത് നാട്ടുനടപ്പനുസരിച്ച് നമ്മൾ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് എൻ്റെ റബ്ബനോട് കൽപ്പിച്ചു, ആ നിലക്ക് എനിക്ക് വലിയ വമ്പിച്ച പ്രതിഫലം ഇതിനുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് ഓരോന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മടുപ്പ് പോലും നമുക്ക് അനുഭവപ്പെടുകയില്ല. കാരണം നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന വലിയ പ്രതിഫലങ്ങളാണ്, വമ്പിച്ച നേട്ടമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ പോലും ആ പ്രയാസത്തെ പ്രതിഫലമായി കാണാൻ നമുക്ക് സാധിക്കും. അത് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകുകയാണ്, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹു നിങ്ങളോട് വിധിച്ചിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കേണ്ടതുണ്ട് എന്ന കാര്യം നിങ്ങളോട് വിധിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടാമത് പറയുന്നത് എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് ഇഹ്സാൻ വെച്ച് പുലർത്തേണ്ടതുണ്ട്. എന്നിട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവർ രണ്ടാളോ അല്ലെങ്കിൽ രണ്ടിലൊരാളോ നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യത്തിലെത്തി തീർന്നു. സ്വാഭാവികമാണ്, വാർദ്ധക്യത്തിലെത്തി തീർന്നാൽ അവർക്ക് അവരുടേതായ വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങൾ ഉണ്ടാവും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, അവരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, പല നിലക്കുള്ള ഇടപെടലുകളിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് ഉഫിൻ എന്ന് പോലും നിങ്ങൾ മറുപടി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പറയാൻ പാടില്ല. ഇസ്ലാമിന്റെ മഹത്വമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഏതൊരു ആദർശത്തിലാണ് ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്നത്? വേറൊരു ശരീരം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ല. അത്രമാത്രം വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഇതിനേക്കാൾ നല്ല രൂപത്തിൽ എങ്ങനെയാണ് വിവരിക്കാൻ സാധിക്കുക? ഉഫ് എന്ന പദപ്രയോഗം സാധാരണ നിലക്ക് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ചെറിയ ചില വിഷയങ്ങളിലോടുള്ള നമ്മളുടെ പ്രതികരണമാണ്. നമ്മൾ സാധാരണ നിലക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റാത്തത് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പറയുമല്ലോ ഉഫ് എന്ന് പറയും. എന്നുള്ള ആ പ്രതികരണം പോലും അവരോട് നടത്തരുത് എന്ന് ആരാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. വലാ തൻഹർഹുമാ, അവരെ നീ ആട്ടിയകറ്റാൻ പാടില്ല. മറിച്ച് വഖുൽ ലഹുമാ ഖൗലൻ കരീമ, ഏറ്റവും ആദരണീയമായ സംസാരം അവരോട് നടത്തണം. ഏറ്റവും നല്ല മാന്യമായ നിലക്കുള്ള വർത്തമാനമായിരിക്കണം നീ അവരോട് നടത്തേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ,
റഹ്മത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. യഥാർത്ഥത്തിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഏതൊരു മക്കൾക്കും അവരോടൊരു ഇഷ്ടമുണ്ടാവും, അവരോടൊരു റഹ്മത്തും ഉണ്ടാവും. പക്ഷെ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ മികച്ചു നിൽക്കേണ്ടത് എന്താണ്? റഹ്മത്താണ്. അവിടെ നമുക്ക് മികച്ചു നിർത്താൻ സാധിക്കേണ്ടതാണ് റഹ്മത്ത്. കാരണം എന്താണ്? കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതൊരാളോട് നമുക്കൊരു നന്മ ഉണ്ടാവും, അല്ലേ? നമ്മുടെ കൂട്ടുകാരന്മാര്, നമ്മളുമായി സഹകരിക്കുന്ന ആളുകൾ, അവരൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹൈർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നന്മയൊക്കെ നമ്മൾക്ക് അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് അറിയുമ്പോൾ നമുക്കൊരു റഹ്മത്തും ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാതാപിതാക്കളോടും ഉണ്ടാവും ഇതൊക്കെ. ഏറ്റവും കൂടുതൽ റഹ്മത്ത് മുന്തി നിൽക്കേണ്ട സമയം എപ്പോഴാണ്? അത് അവരുടെ വാർദ്ധക്യ സമയത്താണ്. ആ റഹ്മത്ത് ഏറ്റവും അധികം ഉണ്ടായിരിക്കണം. അത് എത്രത്തോളം നമ്മളുടെ വാക്കുകളിൽ ആ നിലക്ക് അത് പ്രകടമായി നിലനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ തഫ്സീറുകൾ നമ്മൾ പരതി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് എന്നതിനെ മഹാന്മാരായ സലഫുകൾ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. ചില പണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവരോട് ഏറ്റവും മാന്യമായ സംസാരം നടത്തേണ്ടത് എന്നതിനൊരു ഉദാഹരണം പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സലഫുകളിൽ ചിലർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഖൗലുൽ അബ്ദിൽ മുദ്നിബി ലിസ്സയ്യിദിൽ ഫദ്ദിൽ ഖലീർ. ഒരു തെറ്റ് ചെയ്ത ഒരു അടിമക്ക് ഒരു അബദ്ധം പറ്റി. ആ അടിമ ഇനി തന്റെ യജമാനന്റെ മുമ്പിൽ നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ നിൽക്കാൻ പോകുമ്പോൾ ആ യജമാനന്റെ പ്രകൃതം എങ്ങനെയാണെന്ന് വെച്ചാൽ കഠിനനും പരുഷ സ്വഭാവിയുമാണ്. കഠിനനും പരുഷ സ്വഭാവിയുമായ ഒരു അടിമയുടെ മുൻപിൽ തെറ്റുകാരനായ ഒരു അടിമ നിന്നുകൊണ്ട് എങ്ങനെ സംസാരിക്കുമോ അത് പ്രകാരം അവരുടെ വാർദ്ധക്യ സഹജമായ സാഹചര്യങ്ങളിൽ നിനക്ക് അവിടെ ഇടപെടാൻ സാധിക്കേണ്ടതുണ്ട്. ഇതാരാ പറയുന്നത്? മഹാന്മാരായ സലഫുകൾ അവരുടെ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അവർ പറയുകയാണ്. അത്രമാത്രം അവരോട് എളിമയും വിനയവും ആദരവും പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അറിയപ്പെട്ട സ്വഹാബിയാണ്, അദ്ദേഹം പറയാണ്, മാ ബർറ വാലിദഹു മൻ ശദ്ദ നസ്റ ഇലൈഹി. ഒരു മനുഷ്യൻ തന്റെ ഉപ്പാനെ ഒന്ന് കടുപ്പിച്ചു നോക്കിയാൽ, തന്റെ ഉപ്പയെ ഒന്ന് ദേഷ്യത്തോടുകൂടെ കടുപ്പിച്ചു നോക്കിയാൽ അവനവന്റെ ഉപ്പാക്ക് നന്മ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. പറഞ്ഞാൽ അവന്റെ നന്മ തകർത്ത് കളയാൻ മാത്രം കഠിനമായ തിന്മയാണ് അവനിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും വിശുദ്ധ ഖുർആനും ഹദീസുകളും പറഞ്ഞു നൽകിയ ഇത്തരത്തിലുള്ള മര്യാദകളും അവരോട് പാലിക്കേണ്ട ആദരവുകളും അതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം ആളുകളോട് നേരത്തെ ചരിച്ചു പോകുന്ന ഒരു മാർഗത്തിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ചരിച്ചുകൊണ്ടിരിക്കണം, അല്ലെ? എന്തൊക്കെയോ അവർക്ക് ചെയ്തു കൊടുത്താൽ നമ്മളുടെ ബാധ്യതയൊക്കെ വീടി എന്തെങ്കിലുമൊക്കെ അവരോട് നല്ല രൂപത്തിലൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. മറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് അവരോട് ഇടപെടാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹദീസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റഗിമ അൻഫു, ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ. എന്താ ആ മനുഷ്യന്റെ പ്രത്യേകത? മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി അഹദുഹുമാ ഔ കിലൈഹിമാ. മാതാപിതാക്കൾ രണ്ടുപേരുമോ അല്ലെങ്കിൽ അഹദഹുമാ ഔ കിലൈഹിമാ, രണ്ടുപേരുമോ അല്ലെങ്കിൽ രണ്ടാലൊരാളുമോ അവരുടെ അടുക്കൽ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ അവരെ പ്രയോജനപ്പെടുത്തി സുമ്മ ലം യദ്ഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല ഈ മനുഷ്യന്. അങ്ങനെയുള്ള മനുഷ്യൻ നശിച്ചു പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുകയാണ്. അപ്പൊ അവരെ നോക്കിക്കഴിഞ്ഞാൽ, അവരെ പരിചരിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഉറപ്പാണ് ആ മനുഷ്യൻ അത് മാത്രം മതി സ്വർഗത്തിൽ പോകാൻ എന്നാണ് ഈ ഹദീസുകളൊക്കെ പറഞ്ഞു നൽകുന്നത്. അള്ളാഹുവിനോടുള്ള ബാധ്യത ഒരാൾ ചെയ്യുന്നുണ്ട്, ഈ മാതാപിതാക്കളോടുള്ള ബാധ്യത ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് മതിയായതാണ്. നമ്മളൊക്കെ ചില സംഭവങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉപ്പാനെ നോക്കാൻ വേണ്ടി, ഉപ്പാന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കോടതിയിൽ പോയി
ആ ഹക്ക് നേടിയെടുക്കാൻ വേണ്ടി കോടതിയിൽ പോയി ഇടപെട്ട ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം മൂത്ത മകൻ അദ്ദേഹം എന്ത് ചെയ്തു? ഉപ്പാനെ നോക്കി, ഇനി എനിക്ക് ഉപ്പാനെ നോക്കാൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി പരാതി കൊടുക്കുകയാണ്. കാരണം എന്താണ്? കാരണം ഇത്തരത്തിലുള്ള ഹദീസുകളും വിശുദ്ധ ഖുർആന്റെ വചനങ്ങളൊക്കെ അവർക്കറിയാം. ആ മര്യാദകൾ അതിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയ പ്രതിഫലം, അതിനെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നത്. ശരിയാണ്, പ്രയാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ പ്രയാസങ്ങളെക്കാൾ എത്രയോ വലിയ പ്രതിഫലമാണ് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വലുപ്പവും അനുഭവിക്കുന്ന പ്രയാസവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ അത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഹദീസുകളൊക്കെ നമുക്ക് പറഞ്ഞു നൽകുന്നത് വലിയ പ്രതിഫലങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് എത്രത്തോളം അവരുടെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുമോ അത്രത്തോളം പരമാവധി നമ്മൾ ശ്രദ്ധ ചെലുത്തണം. എത്രത്തോളം എന്നറിയോ? മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് അലി ഇബ്നു ഹസൻ റഹിമഹുല്ല, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, തന്റെ ഉമ്മയോട് കൂടെ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി ലആകുലു മഅഹാ ഖശ്യത അൻ തഖഅ ഐനുഹാ അലാ ശൈ. കാരണം എൻ്റെ ഉമ്മ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം എൻ്റെ ഉമ്മയുടെ കണ്ണ് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ പെട്ടു, അവരത് ആഗ്രഹിച്ചുകൊണ്ട് എടുക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ എനിക്കത് അറിയുമായിരുന്നില്ല. ഫല അഅലമു ഫഅസ്ബിഖഹ, ഞാൻ അവർക്ക് മുമ്പ് അത് എടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു പ്രയാസം അവർക്കുണ്ടായാൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ഇത് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറത്താണെന്നാണ്. നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ ഈ സ്റ്റേജിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള വചനങ്ങളെ കുറിച്ച് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു പക്വതയും പാകതയും പഠനവും നമ്മളുടെ വിഷയത്തിൽ ഉണ്ടായി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സലഫുകളുടെ ജീവിതത്തിൽ നിന്ന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്ക് അവരോടുള്ള ബാധ്യതകൾ നമുക്ക് നല്ല രൂപത്തിൽ, പരമാവധി നല്ല രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ അവരോട് നന്ദികേട് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് അക്ബറുൽ ഖബായിറാണ്, വൻപാപങ്ങളിൽ തന്നെ ഏറ്റവും വലിയ വൻപാപങ്ങളിൽ എണ്ണപ്പെടുന്നതാണത്. നമ്മൾക്ക് അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് എന്നതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവരോട് ചെയ്യുന്ന ഉഖൂഖുകളിൽ വലിയ പാപഭാരവും നമ്മൾ വഹിക്കേണ്ടി വരും. അല്ലേ? സാധാരണ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയണമെങ്കിൽ, പള്ളിയിലിരുന്നു കൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അള്ളാഹു റമദാൻ മാസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. പക്ഷെ റമദാൻ മാസത്തിൽ ചെയ്യുന്ന തിന്മകൾക്ക് വലിയ ശിക്ഷയുമുണ്ട്. ഇതുപോലെ മാതാപിതാക്കളോട് ചെയ്തു കൊടുക്കുന്ന നന്മകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അവരോട് ചെയ്യുന്ന ഹുഖൂഖുകളുണ്ട്. ഹുഖൂഖുകൾ എന്ന് പറഞ്ഞാൽ അവരോട് ചെയ്യുന്ന കടമകളും കടപ്പാടുകളാണ്. ഉഖൂഖുകൾ എന്ന് പറഞ്ഞാൽ അവരെ എതിർത്തുകൊണ്ട്, അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവരുടെ ബാധ്യതകൾ നിർവഹിച്ചു കൊടുക്കാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ ശിക്ഷയും ആ മനുഷ്യനുണ്ടായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഞാൻ നിങ്ങൾക്ക് വൻപാപങ്ങളിൽ തന്നെ വെച്ച് വലിയ വൻപാപങ്ങളെ കുറിച്ച് അറിയിച്ചു നൽകട്ടെ. ഇതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അതിലൊന്ന് ശിർക്കാണ്. രണ്ടാമത്തേത് പ്രവാചകൻ പറയുന്നു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ്, അവരോട് നന്മ പ്രകടിപ്പിക്കാതിരിക്കലാണ്, അവരുടെ ഹക്കുകൾ വകവെച്ചു കൊടുക്കാതിരിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോ അവർക്ക് ചെയ്യുന്ന ഉപദ്രവങ്ങൾ, പ്രയാസപ്പെടുത്തലുകൾ അതിന് വലിയ തിന്മകൾ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നും നമ്മൾ അതോടൊപ്പം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല അവരുടെ പ്രാർത്ഥന അത് നല്ല രൂപത്തിലാണെങ്കിൽ അത് നമുക്ക് വലിയ നേട്ടമാണ്. നേരെ തിരിച്ചാണെങ്കിലോ അത് വലിയ പ്രയാസമാണ്. അല്ലേ?
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലഹുൻ, 3 പ്രാർത്ഥനകൾ അത് ഉത്തരം നൽകപ്പെടുന്നതാണ്. അതിലൊന്ന് ഏതാണ്? പ്രവാചകൻ പറയുന്നു വദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമാ, മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ. അത് പ്രാർത്ഥന നൽകപ്പെടാൻ, ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനകളിൽ എണ്ണപ്പെടുന്നതാണ്. നമ്മൾ പലപ്പോഴും പല സംഭവങ്ങളൊക്കെ അത്തരത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? വലിയ മഹാന്മാരായ മഹത്തുക്കളായ മുഹദ്ദിസീങ്ങളെ കുറിച്ച്, അവരൊക്കെ അവരുടെ ഉമ്മാടെ പ്രാർത്ഥന കൊണ്ട് അവർക്കുണ്ടായി തീർന്ന മാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തിനേറെ നമ്മളുടെ മക്കയിലെ ഹറമിലെ ഇമാമായ ഷെയ്ഖ് സുദൈസ് ഹഫ്ളഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവിതം പോലും നമ്മളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും അത് അദ്ദേഹത്തിന് ഗുണകരമായി തീർന്നൊക്കെ നമ്മൾ ഒരുപാട് സംസാരങ്ങളിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ മുഹദ്ദിസീങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് പല സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇമാം ബുഖാരിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇതേപോലെ തന്നെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ, പ്രയാസപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മാടെ പ്രാർത്ഥന കൊണ്ട് മടക്കി ലഭിച്ചു എന്നൊക്കെ ചില സംഭവങ്ങൾ ഉദ്ധരിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ അത് ഗുണം ചെയ്യും. പക്ഷേ അതവർ പ്രാർത്ഥിക്കുന്നത് എതിരെയാണെങ്കിലോ, അവരെ പ്രയാസപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണെങ്കിലോ അത് വലിയ ഉപദ്രവം ഉണ്ടാക്കും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേക പ്രവാചകന്റെ ഹദീസുകളിലുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾ ഉണർത്തുന്ന ഹദീസുകളുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഇടപെടലുകളിലൂടെ, നമ്മളുടെ ഏതെങ്കിലും നിലക്കുള്ള പെരുമാറ്റത്തിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ അവർക്ക് അവരുടെ തിരിച്ചുള്ള പ്രതികരണത്തിൽ അത് പ്രയാസമുണ്ടാക്കി അവർ പ്രാർത്ഥിച്ചാൽ അത് നമ്മളുടെ ഇഹവും പരവും നഷ്ടപ്പെടാൻ കാരണമാവും എന്നുള്ളതാണ്. നമ്മളുടെ ദുനിയാവും നമുക്ക് നഷ്ടപ്പെടും, നമ്മളുടെ ആഖിറവും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സലാസ, 3 ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിലേക്ക് ആ ആളുകളെ നോക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. അതിലൊരു വിഭാഗം ആളുകളാണ് അൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളോട് ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തി അവർ ഉപദ്രവിച്ച ആ ആളുകൾ, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാം. മാത്രമല്ല നമ്മൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ജുറൈജ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ സംഭവം അല്ലെ? മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതിൽ നമ്മളൊക്കെ ഒരുപക്ഷെ പലതവണ കേട്ടിട്ടുള്ള ഒരു സംഭവം എനിക്കുള്ളത്. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇടക്കിടക്ക് സന്ദർശിക്കാൻ വരുമായിരുന്നു. അദ്ദേഹം മാറിയിരുന്നു കൊണ്ട് ഇബാദത്തുകൾ അർപ്പിക്കുന്ന ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം മാറിയിരുന്നു കൊണ്ട്, ആളുകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അദ്ദേഹം ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഉമ്മ സന്ദർശിക്കാൻ വരുമ്പോഴൊക്കെ ഈ ഉമ്മ എന്ത് ചെയ്യണം? സന്ദർശിക്കാൻ വരുമ്പോഴൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യണം? ഇബാദത്തുകളിലാണ്. അപ്പോ ഉമ്മ സലാം ചൊല്ലുമ്പോൾ ഇദ്ദേഹത്തിന് മടക്കാൻ പറ്റില്ല, കാരണം നിസ്കാരത്തിലാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ പ്രയാസപ്പെട്ട് ദേഷ്യം വന്നുകൊണ്ട്, കാരണം പലതവണ വന്നു, പ്രയാസപ്പെട്ട് ദേഷ്യം വന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു പ്രാർത്ഥന നടത്തുന്നു. എന്റെ മകൻ ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ കണ്ടുകൊണ്ടല്ലാതെ മരിപ്പിക്കരുതേ എന്ന് പറയണം. അവരുടെ മനപ്രയാസം കൊണ്ടാണ് അവരത് പറഞ്ഞുകൊണ്ട് പോയി. പക്ഷെ പിന്നീട് എന്തുണ്ടായി? ആ ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാൻ സാധിക്കും. ആ മനുഷ്യൻ അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനത് എളുപ്പാക്കി കൊടുത്തു എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ആ ഉമ്മാടെ പ്രാർത്ഥന അവിടെ എന്ത് ചെയ്തു? സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ ആ ഹദീസ് വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്, സുന്നത്താക്കപ്പെട്ട നിസ്കാരങ്ങളാണ് നമ്മൾ നമസ്കരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഉമ്മാക്ക് മറുപടി കൊടുക്കണം എന്നാണ്. അതായത് ചിലപ്പോ നമുക്ക് നമ്മളുടെ ഖിറാഅത്ത് ഉറക്കാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഖുറാനാണ് ഓതുന്നതെങ്കിൽ ഉറക്കെ കുറച്ച് ഖുറാൻ ഓതിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അറിയിക്കാൻ പറ്റും. അങ്ങനെ അറിയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനയൊക്കെ അറിയിച്ചുകൊണ്ടോ, അതൊന്നുമല്ലെങ്കിൽ നിസ്കാരം വേണമെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിസ്കാരം നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ്? മറുപടി കൊടുക്കാം എന്നാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ പല മുഹദ്ദിസീങ്ങളുടെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി,
അദ്ദേഹം ഇതേപോലെ തന്നെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ തുലാബുകളെടുക്കൽ വൈകി വരുമായിരുന്നു എന്നാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, എന്ത്, എൻ്റെ ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പലപ്പോഴും എനിക്ക് തിരിച്ചു വരുമ്പോൾ എന്താണ്, വൈകി പോകുന്നതാണ് എന്നുള്ളത്. അപ്പോ ആ ബാധ്യത, അഥവാ നമുക്ക് രണ്ട് കാര്യമാണല്ലോ, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത്, ഇവിടെ അതാണ് ഉമ്മാക്കും ഉപ്പാക്കും ചെയ്യേണ്ട ബാധ്യത. അപ്പോ അവിടെ അത് കുറച്ച് പിന്തിപ്പിച്ചാലും ഇത് നിർബന്ധമായ ബാധ്യതയാണ്. അതിന് കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, പരിഗണന കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് പരമാവധി എത്രത്തോളം നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിൽ ഇണക്കത്തോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവസാനമായിക്കൊണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുള്ള ആളുകൾ, അവരുമായി ബന്ധപ്പെട്ടും ഹദീസുകളിൽ കൃത്യമായ നിലക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി എത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒരു ഹദീസായിരിക്കും, മാതാപിതാക്കൾ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ പ്രതിഫലം, വലിയ സ്ഥാനം അവർ കാണുകയാണ് നാളെ സ്വർഗലോകത്ത് വെച്ച്. അപ്പൊ ഇവര് ചിന്തിക്കണം, ഞങ്ങൾ ഇതിനും മാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ ഇത്രമാത്രം വലിയ നന്മകളൊന്നും പ്രവർത്തിച്ചിട്ടില്ല, പിന്നെ ഇത് എവിടെ നിന്നാണ് ഇത്ര ചോദിക്കണം, ഇത് എവിടെ നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ? ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന മറുപടി ലിസ്തിഗ്ഫാരി വലദിക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ, പാപമോചനം നടത്തിയതിന്റെ ഫലമാണ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് ഹദീസുകൾ നമുക്കറിയാലോ, മുറിഞ്ഞു പോകാത്ത നന്മകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് എന്ത്? വലദുൻ സാലിഹൻ യദ്ഉ ലഹു, അഥവാ ഒരു മകൻ ഒരു മാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത് മുറിഞ്ഞു പോകാത്ത നന്മകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം സമയങ്ങൾ കണ്ടെത്തി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവരുടെ പാപമോചനത്തിന് വേണ്ടിയും ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത്, അവരുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാനുള്ള കരാറുകൾ ഉണ്ടെങ്കിൽ, ഹുഖൂഖുകൾ, അത്തരത്തിൽ അത് റബ്ബുമായി ബന്ധപ്പെട്ടതാവാം അല്ലെങ്കിൽ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതാവാം. ആ ഹുഖൂഖുകൾ നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ അത് നിർവഹിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, അവർ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അവർക്ക് പിടിച്ചുവിട്ടാനുള്ള നിർബന്ധമായ നോമ്പുകളുണ്ട്, അല്ലെങ്കിൽ അവർ നേർച്ചയാക്കിയ ഇത്തരത്തിലുള്ള നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അതൊക്കെ പിടിച്ചുവിട്ടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അവർക്ക് കടബാധ്യതകളുണ്ട്, കൊടുത്തുവിട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് പരമാവധി ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? അത് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഹദീസുകളിൽ കാണാൻ സാധിക്കും, അവരുടെ കൂട്ടുകാരന്മാരെ ആദരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താക്കി പഠിപ്പിക്കപ്പെട്ടതാണ്. അവരുടെ കൂട്ടുകാരന്മാരെ ആദരിക്കുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം ഇതേപോലെ തന്നെ മക്കയിലേക്ക് പോകുന്ന വഴി അദ്ദേഹം ഒരു കഴുതപ്പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് അദ്ദേഹത്തിന്റെ വസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. യാത്രയിലാണ്, തലയെക്കെട്ടൊക്കെ കെട്ടി കഴുതപ്പുറത്ത് സാധനങ്ങളൊക്കെ വെച്ച് അദ്ദേഹം ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ തിരിച്ച് മറുവശത്തു കൂടെ ആര് വരുന്നുണ്ട്? വേറൊരു മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇറങ്ങി ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഈ തലയിൽ ഇതൊക്കെ കെട്ടിക്കൊടുത്തു. അദ്ദേഹത്തെ കഴുതപ്പുറത്ത് കയറ്റി അദ്ദേഹത്തെ കൊണ്ട് പോയി എന്നാണ്. അപ്പൊ ഇത് കണ്ടപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു എന്നാണ്, ഇതെന്താണ് ഇത്രയും ആദരിക്കാനും മാത്രം ധാരാണ്?
ഭയങ്കര ആദരവാണല്ലോ കാണിക്കുന്നത് എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പൊ പറഞ്ഞു എന്നാണ്, ഇതാരാണ്? ഇതെന്റെ ഉപ്പാടെ സുഹൃത്താണ്. അദ്ദേഹത്തിന് നന്മ ചെയ്യുക, നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നന്മയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഹദീസിൽ കാണാൻ പറ്റും, ഇന്ന മിൻ അബരിൽ ബിർരി സിലത്തുർ റജുലി അഹ്ല വുദ്ദി അബീഹി. ഒരു മനുഷ്യൻ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മയിൽപ്പെട്ടതാണ് ഉപ്പയുടെ ഇഷ്ടക്കാരെ, ഉപ്പയുടെ സുഹൃത്തുക്കള്, മറ്റ് ഉപ്പക്ക് ഇഷ്ടമുള്ള ആളുകളെ അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ തന്നെ ഹദിയകൾ കൊടുക്കാൻ പറ്റിയിട്ട് അങ്ങനെ കൊടുക്കുക, അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ അവരോട് ചെയ്യുന്ന ഒരു ബിറിൽപ്പെട്ടതാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഉപ്പയുടെ സഹോദരന്മാരെന്തു പറയും? നമ്മളെക്കുറിച്ച്, നമ്മുടെ ഉപ്പയെക്കുറിച്ച് മതിപ്പ് പറയും അല്ലെ? അത് യഥാർത്ഥത്തിൽ ഉപ്പയെക്കുറിച്ച് നമ്മൾ കാരണം മോശം പറഞ്ഞാലും അത് അവരോടുള്ള അഭിമതിപ്പല്ലേ അല്ലെ? അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഉപ്പാനെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ചീത്ത വിളിക്കരുത്. അപ്പൊ ചോദിക്കണം, ഞങ്ങൾ ആരും ഉപ്പാനെ ചീത്ത വിളിക്കാറില്ലല്ലോ. എങ്ങനെ ഉപ്പാനെ ചീത്ത വിളിക്കുക? നീ മറ്റൊന്റെ ഉപ്പാനെ ചീത്ത വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? അവൻ നിന്റെ ഉപ്പാനെ ചീത്ത വിളിക്കും. അപ്പൊ നമ്മൾ കാരണക്കാരായി നമ്മുടെ ഉപ്പാൻ ഒരാൾ ചീത്ത വിളിച്ചാൽ എന്താണ്? അത് മോശം തന്നെയാണ്. അതേപോലെ നമ്മൾ കാരണക്കാരായി നമ്മളുടെ ഉപ്പാൻ ഒരാൾ നന്മ പറഞ്ഞാലോ അത് ഖൈറാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മുടെ ഉപ്പാടെ സഹോദരന്മാരെ, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ മാഷാ അല്ലാഹ്, നല്ല അവൻ വളർത്തിയത് നല്ല ഉഷാറായിട്ടാണ് എന്ന് നമ്മുടെ ഉപ്പാനെ കുറിച്ച് പറയും. അത് യഥാർത്ഥത്തിൽ എന്തിൽപ്പെട്ടതാണ്? അത് ഈ നന്മയിൽപ്പെട്ടതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്ത ചില ജവാനിബകൾ ഉണ്ടായിരിക്കും, ചില മേഖലകൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മളൊരു പക്ഷെ ചിലപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ മുൻപിലൂടെ നടന്നു പോവുകയാണ്. ഉപ്പയുടെ മുൻപിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഉപ്പാടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലാ തംശി അമാമഹു, ഉപ്പാടെ മുമ്പിലൂടെ നീ നടക്കരുത്. വലാ തജ്ലിസ് ഖബ്ലഹു, നീ ഉപ്പാടെ മുമ്പ് നീ ഇരിക്കരുത്. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ 2-3 നിർദ്ദേശങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. അത് യഥാർത്ഥത്തിൽ ഇസ്ലാം അത്രമാത്രം അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, ഈ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മ ഉണ്ടല്ലോ, ആ നന്മയുടെ പരിധി എന്താണ്? നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഉപ്പാക്കും നമ്മുടെ ഉമ്മാക്കും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട നന്മയുടെ പരിധി എന്താണ്? ഇത്ര ചെയ്തു കൊടുക്കണം. എന്താണ്? അഴമാക്കൾ പറയണം, അതിന് പരിധിയില്ല. അവർക്ക് എത്രമാത്രം നന്മ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ, അവരെത്രമാത്രം സന്തോഷിപ്പിക്കാൻ പറ്റുമോ, ശറഇന്റെ ഹുദൂദുകൾ, ശറഇന്റെ അതിർവരമ്പുകൾ മറികടക്കാതെ എത്ര നന്മ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു കൊടുക്കാം. അവരെങ്ങനെയൊക്കെ നമ്മൾ ആദരിക്കാൻ പറ്റുമോ, ബഹുമാനിക്കാൻ പറ്റുമോ, അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ നിലക്ക് ഒരു പഠനാർഹമായ രൂപത്തിൽ തന്നെ നമ്മൾ ഈ വിഷയം നോക്കിക്കാണുകയും അവരുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് ഇടപെടേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കുകയും കഴിവിന്റെ പരമാവധി ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ ഭയപ്പെടുകയും കൃത്യതയോടുകൂടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതും നാം ചെയ്ത മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരിൽ മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.